മൂതൻ ദോഹയിലായിരുന്നു. കോവിഡ് സമയത്ത് എല്ലാം ഇട്ടുകളഞ്ഞിട്ടൊക്കെ പോന്നപ്പം ഒന്ന് പയറ്റിക്കളച്ച് തുടങ്ങിയതാ റിയൽ എസ്റ്റേറ്റ്. നന്നായി. പച്ച പിടിച്ചിപ്പോ വെട്ടിക്കളയാൻ വയ്യാത്ത ലെവലായില്ലടോ. അപ്പം വീടുകൾ മാത്രമേ നോക്കുന്നുള്ളൂ? അല്ല, സ്ഥല കച്ചവടം ഉണ്ട്. പിന്നെ ഇപ്പൊ ജോത്സ്യര് നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും വിറ്റുപോകാത്ത ടൈപ്പാ. സെയിം കാറ്റഗറി തന്നെ. അതായത് രൂപേ ചിലപ്പോൾ നല്ല അസല് തെങ്ങമ്പറമ്പായിരിക്കും. കഷ്ടകാലത്തിനായിരിക്കും ഏതെങ്കിലും ഒരു പണിക്കാരൻ ഭാര്യയായിട്ട് പിണങ്ങി വീട് വിട്ടിറങ്ങി ഒരു ഫുള്ളും മേടിച്ച് മാവുമ്പത്ത് പോകണത്. പെടുമ്പോൾ ആരാ പെടുക? ഓണേഴ്സ്. പിന്നെ അതിങ്ങനെ കാടുപിടിച്ച് കിടക്കും. പിന്നെ ഇപ്പൊ ഈ വീടുകളുടെ ബുദ്ധിമുട്ട് സ്ഥലങ്ങൾ വിൽക്കാല്ല കേട്ടോ. അതിപ്പോ 1-2 മാസം കഴിയുമ്പോൾ നമ്മളൊരു JCB വിളിച്ച് ഒന്ന് ഫേഷ്യൽ ചെയ്താൽ പിന്നെ മുറിച്ച് വിൽക്കാവുന്നേ ഉള്ളൂ. ഞാനപ്പോൾ നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീടുകൾ മാത്രമാണോ പോണ്ടി വരിക? എല്ലായിടത്തും വേണ്ട രൂപേ, അപമൃത്യു നടന്നിട്ടുള്ളിടത്ത് മാത്രം. സിക്സ് 24182 ഇന്നുണ്ടല്ലേ? ശരി. ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, പൂജ ഗംഭീരായി. തിരുമേനി ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാ. ഓ അല്ല, ഇത്രയും വലിയ വീട്ടിൽ 90 വയസ്സായ മുത്തശ്ശി ഒറ്റയ്ക്കാ താമസിച്ചേ? അമ്മൂമ്മയുടെ ഫാമിലിയൊക്കെ അബ്രോഡ് സെറ്റിലഡാ. ഓ ഓ ഓ. അപ്പോ അയൽപക്കത്തുള്ള ഒരു ചെറുക്കൻ കൂട്ടി കിടക്കാൻ വന്നിരുന്നു. അവനാ കൊന്നത്. സ്വർണത്തിനാ? ഏയ്, ചാനല് മാറ്റിയപ്പോ അമ്മൂമ്മ എന്തോ പറഞ്ഞു, കഴുത്തിന് കയറി ഒറ്റ പിടി. അമ്മൂമ്മ മുകളിലോട്ടും ചെറുക്കൻ ജയിലിലോട്ടും. ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അമ്മൂമ്മ ഓട്ടോമാറ്റിക്കായിട്ട് പോയനേ. മണ്ടൻ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രഭ ഉറങ്ങുമ്പോഴാണ് ഞാൻ ക്ലോത്ത്സ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ വൈറ്റിലെ ലാവൻഡർ ഡിസൈൻ ഇറ്റ്സ് റിയലി ദാറ്റ് സിമ്പിൾ. അത് അവർ മാറ്റി അയക്കുന്ന എൻ്റെ പ്രശ്നമല്ലല്ലോ. നിന്റെ ലാവൻഡറും ലൈലാക്കും ഇനി സാധനം തിരിച്ചയച്ചു കൊടുക്കണ്ടേ? ആ കുട്ടി തേവങ്ങനെ വായിലേക്ക് ഞാൻ മൊത്തം കേൾക്കണം. സോറി പ്രഭ. സോറി ഒന്നും പറയണ്ട. ദേ, ഇനി മേലാൽ എൻ്റെ മൊബൈൽ എടുത്ത് ഇവക പരിപാടി ഇങ്ങനെ ചെയ്താണ്ടല്ല എൻ്റെ സ്വഭാവം മാറും കേട്ടോ. നീ ആരോടാ സംസാരിക്കുന്നത്? എന്ത് ഫോണില്? ആ എന്താണ്? ഓക്കെ പിന്നെ അല്ല, പോണ്ടേ, പാക്ക് ചെയ്യാം. ആ വാ. തിരുമേനി, ശശിയേട്ടനൊരു കാര്യം പറയണ്ട. ഹൈ, കാര്യം പറഞ്ഞ് കഴിഞ്ഞില്ലേ? സ്വാമി, കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഈ വീട്ടിലെ കറണ്ട് ബില്ല് 1000 രൂപയ്ക്ക് മേലെയാ. അടച്ചിട്ട വീട്ടിൽ മിനിമം ചാർജ് വരാറുള്ളൂ. അത് വല്ല വയറിംഗ് ലീക്ക് ആയിരിക്കും അല്ലേ? പിന്നെ അല്ല, രാത്രി ഇവിടെ മുകളിലത്തെ മുറികളിൽ ലൈറ്റ് കണ്ടിട്ടുള്ളവരുണ്ട്. KSEBക്കാരോട് ഇത് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കണ്ടേ? അടയ്ക്കണം. അല്ല, ശശിയേട്ടൻ പറഞ്ഞു തരണതേ, തിരുമേനി ജസ്റ്റ് മുകളിലെ റൂമിലും കൂടി എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യുകയാണെങ്കിലേ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവുമല്ലോ. ഇദ്ദേഹം ചെയ്താൽ പൊക്കോളും. നീ വന്നേ. ചെല്ല്. വരുന്നില്ലേ? ഞാൻ എനിക്ക് പേടിയാണ്. ഇതൊക്കെ രസമല്ലേ?